ആരംഭിക്കലാമാടാ. ഞാനിപ്പോൾ നമ്മുടെ ശ്രീത് പണിക്കറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ US നടപടിയെക്കുറിച്ച് പ്രതികരിച്ചിട്ടൊരു വീഡിയോ. അപ്പോൾ ശ്രീത് പണിക്കർ പറയുന്നത് എന്താ വെച്ചാൽ, വെനസ്വേലൻ ജനത ഹാപ്പിയാണ്, ആകെ പ്രശ്നമുള്ളത് കേരളത്തിലെ കമ്മികൾക്ക് മാത്രമാണെന്നാണ് ശ്രീത് പണിക്കർ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, വെനസ്വേല എന്ന് പറയുന്നത് ഒരു പരമാധികാരമുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് കയറിയിട്ട് അതിൻ്റെ പ്രസിഡന്റിനെ അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പണിക്കരെ, കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, എത്രത്തോളം മോബ് ലിഞ്ചിങ്ങുകളാണ്, എത്രത്തോളം ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് മതത്തിൻ്റെ പേരിലും ആടിൻ്റെ പേരിലും പശുവിൻ്റെ പേരിലും പിന്നെ അമ്പലത്തിൻ്റെ പേരിലും പള്ളീൻ്റെ പേരിലൊക്കെ എത്രത്തോളം ആൾക്കാരാണ്, എത്രത്തോളം വർഗീയ കലാപങ്ങളാണ്, ലഹളകളാണ് ഉണ്ടായെന്നൊക്കെ ആലോചിച്ച് നോക്കുക. അതുപോലെ നൂറ്റാണ്ടിടയ്ക്കുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വേറൊരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഒന്ന് അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത്രേ ഉള്ളൂ, അത് വളരെ സിമ്പിളാണ്. അപ്പോൾ പണിക്കരുടെ മനസ്സിലാക്കാനുള്ളത് ഇത് കേരള ജനക്കൂട്ടം കമ്മികളുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇത് ആർക്കും വരാൻ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും, ആർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ പക്വത കാണിക്കൂ പ്ലീസ്, കമോൺ. നിങ്ങൾ കുറച്ചൊക്കെ ബോധം വിവരമുള്ള ആളല്ലേ. പിന്നെ നിങ്ങൾ ഇത് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നീതിയുടെ കൂടെയാണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ വരെ നിങ്ങളുടെ നീതി എവിടെയായിരുന്നു എന്ന് എനിക്കറിയണം. ദിലീപിൻ്റെ കേസിൽ